അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജബ്ബാർ കൈകാര്യം ചെയ്ത അടുത്ത ആയത്ത് 74-ാമത്തെ സൂറത്ത് മുദ്ദസിറിലെ 12-ാമത്തെ ആയത്താണ്. 11-ാമത്തെ ആയത്ത് ദർനി വമൻ ഖലഖ്തു വഹീദ, എന്നെയും ഒറ്റക്ക് ഞാൻ സൃഷ്ടിച്ചവനെയും വിടുക. ഇത് സംബന്ധിച്ച എന്നതാണ്, ആ ആയത്ത് സംബന്ധിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് പറയുന്നത് വജഅൽതു ലഹു മാലം മംദൂദ, അവന് നാം സമൃദ്ധമായ സമ്പത്ത് നൽകി എന്നാണ്. മാലും മംദൂദ്, സമൃദ്ധമായ സമ്പത്ത്. ഇത് നേർക്ക് നേരെ വലീദ് ഇബ്നുൽ മുഗീറയെ സംബന്ധിച്ചാണ് പറയുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. വലീദ് ഇബ്നു മുഗീറ നമ്മളുടെ കൺവട്ടത്തോ കാഴ്ചപ്പാടിലോ ഇല്ലെങ്കിൽ പോലും മനുഷ്യ സമൂഹത്തിലെ ധിക്കാരികളായ സമ്പത്തിൻ്റെ പേരിൽ അഭിരമിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും ഇത് ബാധകമാണ്. മനുഷ്യൻ പലപ്പോഴും ധിക്കാരിയായി മാറുന്നത് അവന് സമ്പത്ത് കയ്യിൽ വരുമ്പോഴാണ്. അത് ലോകഗതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണ് ലോകത്ത് പാവങ്ങളായി തീരുകയും അവരടിച്ചമർത്തപ്പെടുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാരണം സമ്പന്നൻ്റെ സമ്പത്ത് കൊണ്ടുള്ള ഈ അഹങ്കാരവും തിമർപ്പുമാണ് എന്ന് കാണാൻ കഴിയും. ഇവിടെ ചരിത്രത്തിൽ ഖുർആനിൻ്റെ ഈ ഭാഗങ്ങളുടെ അവതരണ പശ്ചാത്തലത്തിൽ വലീദ് ഇബ്നു മുഗീറയാണ് ഉള്ളത്. വലീദ് ഇബ്നു മുഗീറ മക്കയിലെ ജനതയിൽ വലിയ സമ്പന്നനായിരുന്നു. അതാണ് പശ്ചാത്തലം. അയാളുടെ സമീപനത്തിൻ്റെ ആ ഒരു തിക്തമായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ഭാഗം അവതരിച്ചിട്ടുള്ളത്. വലീദ് രംഗത്തില്ലെങ്കിൽ പോലും ഇത്തരം ആളുകളുടെ മനോഗതവും അവരുടെ സമീപനവും ആണ് വിശുദ്ധ ഖുർആൻ ഇവിടെ എടുത്തു പറയുന്നത്. ഞാൻ ഒറ്റക്ക് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവന് ഞാൻ ധാരാളം സമ്പത്ത് നൽകുകയും ചെയ്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇവിടെ ജബ്ബാർ പറയുന്നൊരു സംഗതി, വലീദ് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സമ്പത്ത് അത് ഞാൻ കൊടുത്തതാണ് എന്ന് അള്ളാഹു പറയുക വഴി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായ ഒരു കഥാപാത്രമുണ്ട്, എട്ടുകാലി മമ്മുഞ്ഞി. എട്ടുകാലി മമ്മുഞ്ഞിയുടെ റോളാണ് അള്ളാഹു അഭിനയിക്കണതെന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ജബ്ബാറിൻ്റെ കുരുട്ട് ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു തെറി പറച്ചിലാണ്. കാരണം ജബ്ബാർ അംഗീകരിക്കുന്നുവോ ഇല്ല എന്നതിനനുസരിച്ചല്ലല്ലോ ഭൂമി കറങ്ങുകയും ആകാശഗോളങ്ങൾ കറങ്ങിത്തിരിയുകയും ഈ പ്രപഞ്ചം നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിന് അള്ളാഹു ഒരു വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അവൻ്റെ വ്യവസ്ഥ അനുസരിച്ച് കടുകിട വ്യത്യാസമില്ലാതെയാണ് പ്രപഞ്ചം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നതുപോലെ മനുഷ്യൻ, അവൻ ചിലപ്പോൾ കഠിനാധ്വാനിയാവാം, അല്ലെങ്കിൽ അത്രയൊന്നും അധ്വാനമില്ലാത്തവനാവാം, ചിലപ്പോൾ തീരെ അധ്വാനിക്കാത്തവരുമാവാം. പക്ഷെ ഇവിടെ സമ്പത്ത് ലഭിക്കുന്നതിൽ ഈ അധ്വാനം എന്നത് പലപ്പോഴും പല ആളുകളുടെ കാര്യത്തിലും ഫലപ്രാപ്തി എത്താറില്ല. അധ്വാനിക്കാതെ സമ്പത്ത് കിട്ടുന്നവരുണ്ട്, കഠിനാധ്വാനത്തിലൂടെ നേടുന്നവരുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടും കിട്ടാത്തവരുമുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഒരു സാമാന്യ പരിശോധന നടത്തിയാൽ ഏതൊരു സാമാന്യ ബുദ്ധിക്കും മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതി,
ഇതിൻ്റെയൊക്കെ നിയന്ത്രണം പടച്ച തമ്പുരാൻ്റെ കയ്യിലാണെന്നുള്ളതാണ്. അപ്പോൾ പടച്ച തമ്പുരാൻ ആർക്കാണോ വാരിക്കോരി കൊടുക്കാൻ തീരുമാനിച്ചത് അവർക്ക് ധാരാളമായി കിട്ടും, അല്ലാത്തവർക്ക് കിട്ടുകയില്ല. ഇതാണ് പ്രശ്നം. എന്നാൽ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ആളുകളെ സമ്പന്നരും ദരിദ്രരുമായി തിരിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. ഇതിൽ രണ്ട് സംഗതിയാണുള്ളത്. ഒന്ന്, ഇവിടെ മനുഷ്യനെ പരീക്ഷിക്കുകയാണ്. സമ്പന്നനെ പരീക്ഷിക്കുന്നു, അവൻ പാവങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ, അതോ തൻ്റെ സമ്പത്ത് അത് ധാരാളിയായിട്ട് ചെലവഴിച്ച് അഹങ്കരിക്കുകയും തിമിർക്കുകയുമാണോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദരിദ്രരെയും പാവങ്ങളെയും സംബന്ധിച്ച് അവർ തങ്ങൾക്ക് സമ്പത്ത് കിട്ടാത്തതിൽ സങ്കടപ്പെടുകയും സമ്പന്നരോട് അസൂയ കൊള്ളുകയും എന്നിട്ട് അക്ഷമരായി കഴിയുകയും തെറ്റായ വഴിയിലൂടെയും നീങ്ങുന്നുണ്ടോ, ഈ രണ്ട് കൂട്ടരെ ഇവിടെ പരീക്ഷിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അത് നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഈ ഒരു ഘടനയല്ല ഭൂമിയിൽ മനുഷ്യർക്കിടയിലുള്ളതെങ്കിൽ, അതായത് ഭൂമിയിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യൻ്റെ നൈസർഗികമായ കഴിവുകളുടെ കാര്യത്തിൽ, അവരുടെ ശാരീരിക കഴിവിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യസ്ത നിലവാരത്തിലുള്ളവരാണവർ. ഈ രീതിയിലല്ല മനുഷ്യരെല്ലാവരെയും ഒരേ രീതിയിൽ തുല്യരാക്കിയിരുന്നുവെങ്കിൽ ഇവിടെ സംഭവിക്കുന്നതായിരുന്നു, മനുഷ്യൻ്റെ ജീവിതം ഇവിടെ ദുസ്സഹമായി തീരുന്നുള്ളതാണ്. കാരണം ആർക്കും ഒരു കാര്യവും ചെയ്യാൻ നിർവഹിക്കാൻ കൂലിക്കാരെ തൊഴിലാളികളെ കിട്ടാതെ പ്രയാസപ്പെടുകയും അങ്ങനെ ജീവിതം മുട്ടിപ്പോവുകയും ചെയ്യുന്നൊരവസ്ഥ വരും. വിശുദ്ധ ഖുർആൻ ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട്. വലൗ ബസത്തല്ലാഹു റിസ്ഖ, സൂറത്ത് ഷൂറയിൽ നമുക്ക് കാണാം. വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ. അള്ളാഹു ഭൂമിയിൽ എല്ലാവർക്കും, അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് എല്ലാവർക്കും ഈ ജീവിത വിഭവങ്ങൾ കണ്ടമാനം നൽകിയിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർളി, അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയാണ് ചെയ്യുക എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ചെയ്യുന്നത് വലാക്കി യുനസ്സിലു ഖദരി അവൻ വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി വലാകിൻ യബ്സുത്തു റിസ്ഖ ലിമൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൂടുതലായി നൽകുന്നു, അല്ലാത്തവർക്ക് അവൻ കുറഞ്ഞ അളവിൽ നൽകുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ സമീപനം എന്നാണ്. അപ്പോൾ ഇത് മനുഷ്യജീവിതത്തിൻ്റെ സുഗമമായിട്ടുള്ള ഗതി മുമ്പോട്ട് പോക്കിന് അനിവാര്യമായിട്ടുള്ള ഒരു പ്രാകൃതിക നിയമമായിട്ട് തന്നെ അള്ളാഹു വെച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ സമ്പത്ത് കിട്ടുന്നത്, സമ്പത്ത് എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വാത്തൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അവൻ്റെ സമ്പത്ത് എന്നാണ്. അള്ളാഹുവിൻ്റെ സമ്പത്ത് അള്ളാഹിൻ്റെതാണ്. അള്ളാഹു അവൻ ആർക്കാണോ ഉദ്ദേശിച്ചത് അവർക്ക് നൽകുന്നു. ഒരാൾക്ക് സമ്പത്ത് കിട്ടുന്നു എന്നതുകൊണ്ട് അയാൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ടെന്നോ, ഒരാൾക്ക് സമ്പത്ത് കിട്ടിയില്ല എന്നതുകൊണ്ട് അയാൾക്ക് സ്ഥാനമില്ല എന്നോ ഒന്നും അതിനർത്ഥമില്ല. ഇതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ആര് വിജയിക്കുന്നു പരാജയപ്പെടുന്നു എന്നതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇത് എട്ടുകാലി മൊമ്മിഞ്ഞിയുടെ സമീപനമല്ല. എട്ടുകാലി മൊമ്മിഞ്ഞി യഥാർത്ഥത്തിൽ ആ കഥ വായിച്ചാൽ മനസ്സിലാകും എന്താണ് കഥാപാത്രം പറഞ്ഞിരുന്നത്. ഒരു അവിഹിത ബന്ധത്തിൽ ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടായാൽ മൊമ്മുഞ്ഞിക്ക് അതിൽ യാതൊരു കഴിയുമില്ല. അയാൾ പറയും അതിൻ്റെ ആൾ നമ്മളാണ് എന്ന്. ഇവിടെ അള്ളാഹു മനുഷ്യന് അള്ളാഹുവിൻ്റെ തന്നെ സമ്പത്ത്, അള്ളാഹുവിൻ്റെ ഖജനാവിൽ എടുത്താൽ തീരാത്തത്ര ഉണ്ട്. ആ ഖജനാവിൽ നിന്ന് മനുഷ്യന് അള്ളാഹു അവൻ്റെ അധ്വാനത്തിനനുസരിച്ചോ മറ്റോ നൽകുന്നു എന്നുള്ളതാണ്. ഇവിടെ എട്ടുകാലി മൊമ്മുഞ്ഞിയെ ഉദാഹരിക്കുക വഴി ഏറ്റവും താഴ്ന്ന ഒരു സമീപനം, തരംതാണ സമീപനത്തിലേക്കാണ് ജബ്ബാർ മൂക്കുകുത്തി വീണിട്ടുള്ളത് എന്നുള്ളതാണ്. അല്പമെങ്കിലും മാന്യത ജബ്ബാറിനുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഉപമ ഒരിക്കലും ജബ്ബാർ ഉന്നയിക്കുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ നാസ്തികന്മാരായിട്ടുള്ള ഇത്തരം ആളുകളുടെ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള സമീപനത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണത്. കാരണം ഇത്രയും വിശാലമായിട്ടുള്ളൊരു പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിലെ ബുദ്ധിയും തൻ്റെ ഇടവും കാര്യശേഷിയും ഒക്കെ മനുഷ്യനെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരാളില്ലാന്നും ഇതൊക്കെ വൃഥ അങ്ങനെ ഉണ്ടായതാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഇവിടെ തൊലിക്കട്ടി മാത്രമല്ല, ബുദ്ധിമാന്യം എത്ര മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇവരൊക്കെ ബാധിച്ചിട്ടുള്ളതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഖുർആന് ഈ ഇത്തരത്തിലുള്ള സമീപനക്കാരെ ജബ്ബാറിനെ പോലുള്ള ആളുകളടക്കമാണ് ഇവിടെ ഖുർആൻ ഇതിലൂടെ നിരൂപണം ചെയ്യേണ്ടത്.
നമ്മളുടെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള കാരുണ്യം അനുഗ്രഹം നൽകിയിട്ട് അതിനോട് തെല്ലും നന്ദില്ലാതെയും അതിൻ്റെ ദാതാവിനെ ഓർക്കാതെയും ഇത് തങ്ങളുടേതാണെന്നുള്ള തങ്ങളധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് എന്നൊക്കെയുള്ള ഈ ധിക്കാരപരമായിട്ടുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാൾ വലീദ്, ആ വലീദ് ഇവിടെ പശ്ചാത്തലത്തിൽ വരുന്നു എന്നേ ഉള്ളൂ. വലീദില്ലെങ്കിൽ പോലും ഈ സംഗതി ഇത്തരം മനോഭാവമുള്ള ഇത്തരം വഷളത്തങ്ങൾ എഴുന്നള്ളിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ബാധകമാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ തയ്യാറില്ലാത്ത നന്ദി കെട്ട വൃത്തികെട്ട ഇത്തരം ആളുകളെയാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അത് ജബ്ബാറിനും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള ഉപമകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ അതിനൊരു വിലയുമില്ല. അത് അയാൾക്ക് തന്നെ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ തിരിച്ചടിയായി മാറുകയാണ് ചെയ്യുക എന്ന് അയാൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അയാളെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം ഖുർആനിന് അതിൻ്റെ ആശയങ്ങൾക്ക് യാതൊരു ചോർച്ചയും സംഭവിക്കുകയില്ല എന്നുകൂടിയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.